ഇതിനൊരു നാണക്കേട് വരാനുണ്ടോ? അയൽപ്പക്കത്തുള്ള മനുഷ്യർ മുഴുവൻ കേട്ട് കാണും. നാറി നാനാവിധമായി. എല്ലാം ഇവൻ ഒരുത്തന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലയോ അമ്മ അതിന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ എന്ത് വളം വെച്ച് കൊടുക്കുന്ന നീ പറയുന്നത്? ആ വഷള പെണ്ണിന് ഇവിടെ കയറ്റി വെച്ച് ഓമനിച്ച് പൊന്നാര മോളാക്കി പൊന്നെ പൊടിയെന്ന് വിളിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല. വന്നല്ലോ. എടേ നിക്കടെ. നിനക്ക് തൃപ്തിയായല്ലോ. പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല. പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഏനമാ നീയെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മേ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. നീ ഒന്നും അറിഞ്ഞതല്ല അല്ലയോ? ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് മറന്നുപോയടി. ചേച്ചി, ഞാൻ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ ഭാഷ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മേലാൽ ഈ അടിച്ചതിനകത്ത് കയറിപ്പോരുത്. അമ്മേ, നിന്റെ കള്ളക്കടച്ചിലൊന്നും എനിക്ക് കാണണ്ട. ഇറങ്ങി പൊടിയിടുന്നു. പോവാനാ പറഞ്ഞത്. അപ്പോ നീ എവിടെയാ പോയത് അത് രാവിലെ? ഞാൻ അവിടെ പോയില്ല. നിക്കടാ അവിടെ. നീ എവിടെയാ പോയിരുന്നത്? നിന്റെ മുഖത്ത് നെറ്റിലൊന്ന് ചോര. നീ ആ കൊട്ടോടി തിരക്കി പോയതായിരിക്കും വഴക്ക് പിടിക്കാൻ. നാറിയതൊന്നും പോരാ, ഇനിയും നാട്ടണമായിരിക്കും. നീ ഒന്നിനും പോകണ്ട, ഇത്രയൊക്കെ മതി. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരും. തങ്ക തുങ്ക പ്രേമം കൊട്ടോടി ഇതൊന്നും ഈ തറവാട്ടിനകത്ത് വേണ്ട. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ അരിഞ്ഞ് കഷ്ണമാക്കിയേനെ. ഇനി ഞാൻ പറയാതെ ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരുന്നു. കേരളാസ്, നിന്റെ അമ്മയാണ് പറയുന്നത്. കേരളാസ്, വടിയുടെ. ചേട്ടന് ഇത്രയും താമസിച്ചത്? വാ മോനെ, ഇരിക്കൂ. അപ്പോ എവിടെ? കിടന്നു. അമ്മേ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആളുകളുടെ സംസാരം കേട്ട് നിൽക്കുമായിരുന്നു. അമ്മയുടെ മോനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയവനാ. എനിക്ക് വിലയിലായിരിക്കാം. ഞാൻ എന്റെ കെട്ടികളെയും കുഞ്ഞാൻ കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്തായാലും ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യും മോനെ? അവനെ കൊല്ലാൻ നോക്കൂ. ആ പെണ്ണിനോട് ഇനി ഇവിടെ കയറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? എടീ, അപ്പനെ വിളിക്കേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഇപ്പൊ വേണോ? വേണം, വിളിക്കേ. മോനെ, ഞങ്ങൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ? അവളൊരു പാവം പെണ്ണാണെന്ന് കരുതി മോളെ പോലെ വിചാരിച്ചു. അതിനെനിക്ക് കിട്ടിയത് ഇതാ. അപ്പൊ ഇരിക്കെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. നടന്നതൊക്കെ നടന്നു പോട്ടെ. ഇനി അപ്പു വിചാരിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. തങ്ക ഇനി ഇവിടെ വരരുന്ന് അമ്മ പറഞ്ഞു വിലക്കിയിട്ടുമുണ്ട്. നീ ഇനി അവളെ കാണാനും മിണ്ടാനും പോകാതിരുന്നാ മതി. ഇതൊക്കെ പ്രായത്തിന്റെ ഒരു തരം ഫാൻസ് എന്നേ ഉള്ളൂ. കാര്യം നിസ്സാരമാ. അളിയന് നിസ്സാരമാ. പക്ഷെ എനിക്ക് അങ്ങനല്ല. എനിക്ക് തങ്ക ഇഷ്ടമാ, എന്റെ ജീവനെക്കാളും. അപ്പോ അളിയന് ഇതിൽ ഇടപെടണമെന്നില്ല. ഞാനെന്ത് വേണമെന്നാ പറയുന്നേ? ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. പോകരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് വേറെ കല്യാണം പറഞ്ഞല്ലോ ഉറപ്പ് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പൊ അവിടെ പുറകെ പോകുന്നുണ്ട്. നിങ്ങൾ വേണ്ടി പറഞ്ഞു നിർത്താൻ. ഞാൻ പറഞ്ഞത് അവള് പോകാൻ കഴിഞ്ഞാൽ പിന്നെ ക്രമേണ അപ്പു വിളങ്ങി മറക്കും. പിന്നെ കല്യാണത്തിലെ സഹായവും വേണ്ട. വേണ്ട, എനിക്കതിനെ സഹായം വേണ്ട. ഇത്രയും നാളെ ചോദിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞാൽ എന്താ? അവൻ വേറെ പെണ്ണിന്റെ പുറകെ പോവും.
പഠിച്ചതല്ലേ പാടൂ. പഠിപ്പിച്ചതിന്റെ ഗുണമാ. മോളെ, അമ്മേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതെന്തിനാ? അമ്മ എപ്പോ വിളിച്ചാലും ഞാനും ഓടി വരുമല്ലോ. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ അങ്ങ് ക്ഷമിക്കണം. എനിക്ക് ആണായിട്ട് ഒന്നേ ഉള്ളൂ. അവനാ തറവാട്ടിന്റെ മാനം കാക്കേണ്ടത്. എനിക്ക് ആകെ ആശ്രയം അവനാ. അവനിപ്പോ ഊണില്ല, ഉറക്കമില്ല, സമയത്ത് കാലത്ത് വീട്ടിൽ വരത്തില്ല, മില്ലിലെ പണിയിൽ ഒരു ശ്രദ്ധയുമില്ല, വിളിച്ചാ മിണ്ടത്ത് പോലും ഇല്ല. ആ കൊച്ചിനെന്തോ പറ്റിപ്പോയെന്ന എന്റെ പേടി. പെറ്റ വയറിന് ഇതൊന്നും സഹിക്കാനുള്ള ഗൽപ്പില്ല മോളെ. നീ വിചാരിച്ചാലേ അവനെ രക്ഷിക്കാൻ നോക്കും. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചത്തോളാം അമ്മേ. അവനെ കൂടെ കൊല്ലാനോ? നീ ചത്താൽ അവൻ ജീവിച്ചിരിക്കില്ല. മോളെ, നിനക്ക് ഈ അമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം. നീ അവനെ വിട്ടു പോകണം. മോളെ, ഈ അമ്മയ്ക്ക് വാക്ക് തരണം. എടുത്തു കുടിച്ചോ, പഷ്ണി കിടന്ന് ചാവാന്. അയ്യോ അയ്യോ അയ്യോ, എന്റെ മോളെ കൊണ്ടുപോയി, എന്റെ മോള് പോയി, എന്നെ ആരും പിടിക്കണ്ട. എന്റെ ഭഗവാനെ, എന്നെ അങ്ങ് എടുത്തേക്കണേ. അയ്യോ, എന്റെ മോളെ കൊണ്ടുപോയി. അയ്യോ മോനെ, അപ്പൂട്ട, എന്റെ മോളെ കൊണ്ടുപോയി. ആ കാലം കൊണ്ടോടെ എന്റെ മോളെ കൊണ്ടുപോയി. എന്റെ ദൈവമേ, എന്റെ മോളെ. മോനെ, അപ്പോ ഇവിടൊക്കെ ആരുടെങ്കിലും കൂടെ ചാടി പോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. മരം കയറിയല്ലയോ? ഞാൻ പണ്ടേ വിചാരിച്ചതാ ഉണ്ണിയെ കാണും പറഞ്ഞൂടെ. ആ, ഏതായാലും നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, അത് മതി. പഴച്ച കൂട്ടമാണമ്മാ.
നിക്കണോടെ ഇല്ല ഞാൻ നിക്കണോടെ എവിടെ ആര് എന്ത് ഏത് എവിടെ കൂടെ കൊട്ടുപടി അറിയാൻ പാടില്ല നീ പറയില്ല അല്ലേ നിന്നെ കൊണ്ട് എന്റെ കൈ ഞാൻ പറയാം പറയടാ എന്റെ പറങ്ങി പോലെ തേവരാണ് അവര് പോയി എന്നുള്ളതല്ലാതെ എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ അപ്പൊ നീ പറയാണോ പ്രശ്നം നോക്കി പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത് താനും തന്നെ പ്രശ്നം കൂടെ തോറോ ഓ അമ്മേ അമ്മേ മോൻ വന്നില്ലേ? ഇല്ലമ്മേ, ഇതാ കാപ്പ് കുടിക്കൂ. ഇവിടെ വച്ചേക്ക്. കുഞ്ഞു കരയുന്നു. എവിടെ പോയതാ? മോനെ മോനെ കുട്ടാ മോനെ, എന്താ മോനെ ഇവിടെ കിടന്നത്? അമ്മയെ വിളിച്ചൂടായിരുന്നോ? ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ഉപദ്രവിക്കണ്ടെന്ന് കരുതി. അമ്മേ, നമുക്ക് ശ്രീദേവി ഇങ്ങോട്ട് വരുത്തിയാലോ? അവൾക്ക് പരീക്ഷ കഴിഞ്ഞ സമയമല്ലേ. അവളിവിടെ നിന്ന് കുറച്ചു ദിവസം നിൽക്കട്ടെ. ചിലപ്പോ ഇവന്റെ മനസ്സ് മാറും. ഏതായാലും അവളിവന്റെ മറപ്പണ്ടല്ലേ. ശരിയാ കുഞ്ഞെ. ഏറ്റവും സ്നേഹമുള്ള എന്റെ അപ്പു വായിച്ചറിയുവാൻ തങ്ക എഴുതുന്നത്. ഞാൻ വീട്ടിലിരുന്നാണ് ഇത് എഴുതുന്നത്. ഞാനൊരു തീരുമാനമെടുത്തു. നേരെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറങ്കിമല വിടും, കൊട്ടൂടി വേലുവിന്റെ കൂടെ. ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരെ എവിടെങ്കിലും പോകും. ഇയാളുടെ കൂടെ ഞാൻ പോകുന്നതിൽ എന്റെ അപ്പുവിന് അതിശയം തോന്നും. അതേ ഉള്ളു വഴി അപ്പുവിനെ രക്ഷിക്കാൻ. ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പുവിന് സ്വസ്ഥത കിട്ടുകയില്ല. എനിക്കും നാം ഒന്നിച്ച് ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുകയുമില്ല. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. ഞാൻ ചത്താൽ അപ്പു ജീവിക്കയില്ലെന്ന് എനിക്കറിയാം. എന്റെ അപ്പു ജീവിക്കണം. എന്നെ തേടി പുറപ്പെടരുത്. ഞാനത് വഴിക്ക് എവിടെങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പുക്കുട്ടന് 1000 ഉമ്മകൾ എന്ന് എന്റെ അപ്പുവിന്റെ സ്വന്തം തങ്ക.